ഡൊണാൾഡ് ട്രംപ് എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് അദ്ദേഹത്തിന്റെ വാചോടോപത്തിലൂടെയാണ്. അദ്ദേഹത്തിന്റെ കമന്റുകൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ ട്രൂത്തിൽ എഴുതുന്ന പോസ്റ്റുകൾ ഇതൊക്കെയാണ് ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ഇന്നലെ ഈ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ കണ്ടപ്പോൾ നമ്മുടെ മണിയാശാനെ ഓർത്തുപോയതിൽ തെറ്റ് പറയാനാകില്ല. കാരണം ഇന്നലെ ട്രംപ് പറഞ്ഞത് താൻ വിളിച്ചിട്ട് തന്റെ കൂടെ നിൽക്കാത്ത സഖ്യകക്ഷികളോട് കൂടിയാണ്. അതായത് ഹോർമിസ് കടലിൽ പിടിച്ചെടുക്കാൻ ഒപ്പം തന്നെ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കാനും തങ്ങളുടെ സഖ്യകക്ഷിയായ നാറ്റോ രാജ്യങ്ങളോട് ട്രംപ് പറഞ്ഞു കപ്പലുകൾ അയക്കണം, കൂടെ കൂടണം, ഇതിനെ നമുക്ക് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അടക്കം പിന്നാക്കം പോവുകയും തങ്ങൾ അതിനില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപ് പറയുന്നത് നിങ്ങളുടെ കൂടെ ഞങ്ങൾ എത്രയോ കാലമായി നിൽക്കുന്നു, നിങ്ങൾക്ക് ഈ വിദേശ ആക്രമണങ്ങളിൽ നിങ്ങളെ തടയുന്നതിന് വേണ്ടി ഞങ്ങൾ പണിപ്പെട്ടു, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ ഈ പിന്നിൽ നിന്ന് കുത്തുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ നന്ദികേട് കാണിക്കരുത്, ഉക്രൈൻ യുദ്ധത്തിലടക്കം നിങ്ങൾക്കൊപ്പം ഞങ്ങൾ നിലകൊണ്ടതാണ്, എന്നിട്ട് ഈ ഒരു സമയം വരുമ്പോൾ നിങ്ങൾ ഈ നന്ദികേട് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ തന്നെയാണ് ട്രംപ് സെന്റി അടിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുകൊണ്ട് കാര്യമുണ്ടാകുമോ എന്നറിയില്ല. ബ്രിട്ടൻ നിലവിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ കപ്പലുകൾ അയക്കാൻ തയ്യാറല്ല, ഇത് നയതന്ത്ര തലത്തിൽ പരിഹരിക്കണം. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബ്രിട്ടൻ ഈ സംഘർഷത്തിലേക്ക് ഇടപെട്ട് പണി വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് തരത്തിലുള്ള പണിയാകാം ബ്രിട്ടൻ ഒരു പക്ഷേ ലഭിക്കുക ഈ സംഘർഷത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ. ഒന്ന്, ഇത് റഷ്യ കൂടി പങ്കെടുക്കുന്ന, അതായത് പരോക്ഷമായി പങ്കെടുക്കുന്ന ഒരു യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ അടുത്ത ലക്ഷ്യം UK ആകാം. നമ്മൾ കണ്ടതാണ് UK സൈപ്രസിലുള്ള വ്യോമത്താവളങ്ങൾ ആക്രമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ബ്രിട്ടൻ എന്ന് പറയുന്നത് പഴയതുപോലെ അല്ല. കാരണം ബ്രിട്ടനിൽ ഇപ്പോൾ ഭരണം നടത്തുന്ന സുഡാപ്പികളാണ് എന്നുള്ളൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UK ഇത് വലിയ പ്രതിഷേധത്തിനും കലാപത്തിനും ഒക്കെ കാരണമാകും. ഇതൊക്കെ കൊണ്ടാണ് UK വലിഞ്ഞു നിൽക്കുന്നത്. ജർമ്മനി ഫ്രാൻസുമാകട്ടെ അതിൽ വലിയ താല്പര്യം കാണിക്കാതെ തങ്ങളുടെ സൈനികരെയും മറ്റും കൊലയ്ക്ക് കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള കരച്ചിൽ. ഏതായാലും ഇന്ത്യ നയം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു ഉഭയകക്ഷി ചർച്ച നടന്നിട്ടില്ല, തങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല എന്ന് ചൈന വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് മിക്കവാറും രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സഖ്യത്തിൽ പങ്കെടുക്കില്ല എന്ന് തന്നെ അറിയിച്ചിരിക്കുന്നു. ഇനി പാകിസ്ഥാന്റെ അവസ്ഥ അറിയില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.